ഹലോ ഫ്രണ്ട്സ്, ഹിറ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് യൂസഫ്. ഞാനിന്നിവിടെ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ മലബാറി സ്റ്റൈൽ ബീഫ് സ്റ്റോപ്സാണ്. അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞുതരാം. പക്ഷേ അതിനു മുമ്പ് നമ്മളെ മാനസികമായിട്ട് പലരും ബുദ്ധിമുട്ടിലും പ്രളയക്കെടുതിയിലൊക്കെയാണ്. അവരെയൊക്കെ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും എത്തിക്കുക. നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടേതായ കുറച്ച് പയ്യൻസ്, കുറച്ച് ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു ട്രസ്റ്റ് മുഖാന്തരം ഒരു ലോഡ് സാധനവുമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്ത് സഹായം ഉണ്ടെങ്കിലും ഏത് വഴിയായാലും നിങ്ങൾ എത്തിക്കുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളെ സാധനങ്ങൾ ഇതൊക്കെയാണ്. 1 കിലോ ബീഫ് ഞാൻ കഴുകി ഇങ്ങനെ ചതുരത്തിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 സവാള ഇതുപോലെ അരിഞ്ഞത്, ഒരു നമ്മൾ 2 സ്പൂൺ ഇഞ്ചി, 2 സ്പൂൺ വെളുത്തുള്ളി, രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചതച്ചെടുത്തതാണ്. ഒരു 4 സവാള മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തത്. നമുക്ക് 2 നാരങ്ങ വേണം. ഈ മസാല കൂട്ടെന്ന് പറഞ്ഞാൽ 1 സ്പൂൺ പെരിഞ്ജീരകം, 1 സ്പൂൺ ജീരകം, 1 സ്പൂൺ കുരുമുളക്, ഒരു 8 ഗ്രാമ്പ്, ഇതുപോലത്തെ 8 ഗ്രാമ്പ് പീസ്, ഒരു 2 പീസ് കറുവപ്പട്ട പൊടിച്ചിട്ടേക്കാണ്. പിന്നെ നമ്മളെ വറ്റൽമുളക് നമ്മളിതൊക്കെ ഒന്ന് വറുത്ത് വെച്ചേക്കാണ്. പിന്നെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. ഇത് നമുക്ക് ആവശ്യത്തിന് ചേർക്കേണ്ട വെളിച്ചെണ്ണയാണ്. അപ്പോൾ ഈ ബീഫ് എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്ന് ഇത് എന്തെങ്കിലും ഒരു ഉരുള പോലത്തെ തടി വെച്ചിട്ട് ഇതൊന്ന് അടിച്ചൊക്കെ പരത്തി എടുത്ത് വേണം നമ്മൾ മസാല മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് റെഡിയാക്കി ഒന്ന് വയ്ക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് ഓരോ പീസുകളിങ്ങനെ എടുത്ത് വെച്ചിട്ട് അതുപോലെ ഉരുള തടിയോ പിച്ചാത്തിയുടെ ബാക്ക് പിടിയോ ഉണ്ടായാലും ഇങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ച് പരത്തി അടിച്ച് ഓരോ പീസായിട്ട് ഇങ്ങനെ മാറ്റിയിടാം. അടിക്കുമ്പോൾ തന്നെ പരന്ന് വരും. ഇത് നമ്മളെ മസാലയൊക്കെ വളരെ വ്യത്യാസമായ രീതിയിൽ പിടിച്ച് കിട്ടും. ഒരുപാട് ഇടയ്ക്കണ്ട, ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് ചതച്ച് ഇട്ട് കൊടുത്താൽ. അപ്പോൾ നമ്മൾ ഇറച്ചിയെല്ലാം നന്നായിട്ട് അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്ക് നമ്മൾ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത്, വളരെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു 5 മണിക്കൂർ നമ്മൾ മസാല പുരട്ടി ചെയ്ത് വെച്ചേക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് നമുക്ക് മസാല പെട്ടാണ്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് കൊണ്ടുവന്ന മസാല എല്ലാം അവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ മസാല എല്ലാം അവിടെ ഒന്ന് മിക്സ് ചെയ്യുക. നമ്മൾ അടിച്ച് വെച്ച സവാള ഒരു പാത്രത്തിലേക്ക് പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത്, പിന്നെ നമ്മൾ ഈ അടിച്ചു വെച്ച പൊടിയിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കണം. ഏകദേശം 1 സ്പൂൺ. നമുക്ക് ഇതിലേക്ക് തട്ടാം. അപ്പോൾ ഒരു ഭാഗത്തിന് കുറച്ച് ഉപ്പ്, ഇത്ര മതിയാവും. ആദ്യം ഇതെല്ലാം കൂടി ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് നമ്മൾ അടിച്ച് വെച്ച ഇറച്ചി അതിലേക്കൊന്നിടാം. എന്നിട്ട് മസാല എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളത് 5 മണിക്കൂറാണ് വയ്ക്കുന്നത് ഈ മസാലയൊക്കെ മിക്സ് ചെയ്യുന്ന ശേഷം. അതിനുശേഷം നമ്മളിത് പൊരിക്കണേ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ നാരങ്ങയോടെ ഇതിലൊന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട്
5 മണിക്കൂർ വരെ ഒന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്യുന്നതായിട്ട് നമ്മൾ ആ ഉരുളി ഒന്ന് ചൂടാക്കി വെച്ചേക്കാണ്. ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഉരുളി ചൂടാക്കി കഴിഞ്ഞ് അപ്പോൾ അതിലേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കി കഴിഞ്ഞ് അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മളെ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പകുതി ഫ്രൈ ആയിട്ട് നമുക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കും. ഇതിൽ നിന്ന് കുറച്ച് അരപ്പ് കോരി മാറ്റണം. നമുക്ക് അവസാനം വേവിക്കുമ്പോൾ അതോടെ മിക്സ് ചെയ്താണ് വേവിക്കാം. ഞാൻ കുറച്ച് അരപ്പ് കോരി മാറ്റി മാറ്റിയിട്ട് കുറച്ച് അരപ്പ് അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അരപ്പും മറ്റേ വഴറ്റി വെച്ച സവാള ഇവിടെ നിന്ന് അതിലിട്ടിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളത് വേവിക്കാൻ വെക്കണം. അപ്പോൾ നമ്മൾ നേരെ മാറ്റി അരപ്പം ഇട്ട് കൊടുക്കാം. ഇനി സവാള വഴറ്റി വെച്ച് സവാള ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതെല്ലാം നമ്മൾ അതിലിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് മിക്സായിട്ട് നമ്മളെ കറിയും നമ്മൾ വഴറ്റി വെച്ച സവാളയും എല്ലാം ഒരേപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒന്ന് വെച്ച് നമുക്കിത് വേവിക്കാൻ വെക്കാം. ഏകദേശം ഒരു ബൗൾ ചൂടുന്ന വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഈ വെള്ളം കൂടെ ഒഴിക്കുമ്പോൾ എല്ലാം നന്നായിട്ട് കറി പോലാവും. അരമണിക്കൂർ നന്നായിട്ട് വേവട്ടെ. അപ്പോൾ അരമണിക്കൂറായി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓക്കെ. അപ്പോൾ ചോപ്സ് റെഡിയായി കഴിഞ്ഞാൽ അതായത് ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത ബീഫും അരപ്പിൽ പൊതിഞ്ഞ് വരുമ്പോഴാണ് കറക്റ്റ് പരുവം കിട്ടിയത്. അപ്പോൾ നമ്മൾ ചോപ്സ് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ബീഫ് ചോപ്സ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇതേപോലെ അയക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഒരു രുചിക്കൂട്ട് ലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.